തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 400+ ഒരു പ്രാവശ്യം കൂടി എന്നാണ്. 400 എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് 400 സീറ്റ് കിട്ടും എന്നായിരിക്കും പാർലമെന്റിലേക്ക്. എന്തായാലും ഇന്ന് അദ്ദേഹം 400 എന്ന വാക്ക് വേണ്ടുന്നില്ല. ഇപ്പം 300 എന്ന് പോലും പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തത് 272 സീറ്റ് വേണം ഭരിക്കാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലെത്തി കാര്യങ്ങൾ എന്ന് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു. 1ഉം 2ഉം ഘട്ടങ്ങളുടെ വോട്ട്, മൂന്നാമത്തെ അടക്കം ഘട്ടത്തിന്റെ വോട്ടുകൾ ആവുമ്പോൾ, അതിന്റെ ഘട്ടമാവുമ്പോൾ, അതിന്റെ പ്രചരണത്തിൽ ഒരു കാര്യം പ്രധാനമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ട്. ഒന്ന്, പഴയ പോലെ മോഡി പ്രഭാവം നിലനിൽക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം വലിയൊരു സഖ്യമല്ലെങ്കിൽ പോലും BJPയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി മോഡി നടത്തുന്ന ഭരണത്തിൽ അതൃപ്തരായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. ഇത് കൂടാതെ പ്രാദേശികമായി പല ഘടകങ്ങളും മോഡി സർക്കാരിനെതിരായി നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും അവർക്ക് പഴയതുപോലെ നിലനിർത്താൻ കഴിയില്ല. കാരണം 2019 പലരും ആവർത്തിച്ച് പറഞ്ഞതുപോലെ മാക്സിമം സീറ്റുകളാണ് മോഡിക്ക് കിട്ടിയത്. UP, ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒറീസ, അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഇവിടെയൊക്കെ മാക്സിമം സീറ്റാണ് കിട്ടിയത്. ഇനി അവിടെ സീറ്റ് കൂടാനില്ല എന്നല്ല, കുറയാനുണ്ട് തന്നെ. ഉദാഹരണത്തിന് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ സീറ്റ് കുറയും എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. കാരണം നിതീഷ് കുമാർ അപ്പുറത്ത് പോയിട്ടും ഇപ്പുറത്തുള്ള കോൺഗ്രസ്, RJD, ഇടതുപക്ഷ ഐക്യം ബീഹാറിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. പഴയ പോലെ സീറ്റ് കിട്ടില്ല. അതുപോലെ രാജസ്ഥാനിലും കഴിഞ്ഞ തവണത്തെ സീറ്റ് എന്തായാലും കിട്ടില്ല. കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് പോയത്, ഇത്തവണ കുറച്ച് സീറ്റുകൾ അധികം പോകും. കർണാടകയിൽ, ദക്ഷിണേന്ത്യയിലെ കർണാടകയിൽ കഴിഞ്ഞ തവണ എല്ലാ സീറ്റും എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ കിട്ടിയതാണ്. ഇത്തവണ കർണാടക പകുതി സീറ്റ് പോലും കിട്ടില്ല എന്ന കാര്യത്തിൽ BJPക്ക് പോലും സംശയമില്ല. അതുപോലെ മഹാരാഷ്ട്രയിലും സീറ്റ് കാര്യമായി കുറയാൻ സാധ്യതയുണ്ട്. കാരണം മഹാവികാസ് അഗാദി എന്ന് പറയുന്ന NCP, കോൺഗ്രസ്, ശിവസേന, താക്കറെ വിഭാഗം വലിയ തോതിൽ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഹരിയാനയിലും ഡൽഹിയിലുമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയതാണ്. കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ഐക്യം വളരെ ശക്തമായി തുടരുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും വലിയ തോതിലുള്ള തിരിച്ചടി BJPക്ക് ദില്ലിയിൽ ഉണ്ടാകും. കാരണം കെജ്രിവാൾ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായിരുന്നില്ല. അവിടെ നോക്കി 7 സീറ്റും BJP ലോക്സഭയിലേക്ക് നേടുമ്പോൾ 70-ൽ 67 സീറ്റും ആം ആദ്മി നേടുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. കാരണം അവർ കെജ്രിവാളിനാണ് വോട്ട് ചെയ്യുന്നത്. ഇത്തവണ കെജ്രിവാൾ ജയിലിലായ കെജ്രിവാളിന് വോട്ട് ചെയ്യാൻ അവിടുത്തെ ആം ആദ്മിക്കാർ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, തിരിച്ചടിയുണ്ടോ. അതുപോലെ തന്നെയാണ് ഹരിയാന. കർഷക പ്രക്ഷോഭത്തിന്റെ വലിയ മാറ്റങ്ങൾ അവിടെയുണ്ട്. കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ ഒരു സീറ്റ് പോലും ഇത്തവണ BJPക്ക് കിട്ടുമെന്ന പ്രതീക്ഷയില്ല. ഇവിടെ UPയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വന്നാലും കർഷക പ്രക്ഷോഭത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. UPയിലും പല മണ്ഡലങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കനൌജിൽ അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ ഞാൻ കാണുന്നത് വലിയൊരു പ്രതീക്ഷയായിട്ടാണ്. കാരണം UPയിൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും BJPയുടെ സീറ്റ് കുറയുകയാണ്, കൂടുകയല്ല. അത് എത്രത്തോളം കുറയും എന്നത് ഓരോ പ്രദേശത്തെയും ആശ്രയിച്ചിരിക്കും. അങ്ങനെ കുറയുകയാണെങ്കിൽ അത് ഭൂരിപക്ഷത്തിന് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറയുന്നത്, വലിയ തോതിൽ കൂടുന്നത് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഇന്ത്യ സഖ്യത്തിനുമായിരിക്കും. അങ്ങനെ വന്നാൽ, ഒരു ബാലൻസിങ് വന്നാൽ തീർച്ചയായും BJPക്ക് മേലെ, NDA സഖ്യത്തിന് മേലെ ഇന്ത്യ സഖ്യത്തിന് സീറ്റ് കിട്ടിയാൽ അത് ഇന്ത്യ ചരിത്രത്തിൽ നിർണായകമായ ഒന്നാവും. അങ്ങനെ ആകില്ല എന്ന് പറയാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. ആകാനുള്ള സാധ്യത ഉണ്ട് താൻ. അത്രയാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും.